ലൈവ് ന്യൂസ് പുതുക്കാട്. അളഗപ്പനാർ പഞ്ചായത്തിലെ പീച്ചി ഇടതുകര കനാലിലേക്ക് അടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. ആ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചു, കേന്ദ്ര ഗവൺമെൻറ് അയച്ചു. പക്ഷെ അത് അവിടെ എടുക്കേണ്ടായിരുന്നു. അതുമേ മേൽ നടപടികളൊന്നും പിന്നെ ഉണ്ടായില്ല. മാഷ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആവശ്യമായ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു, എഞ്ചിനീയർമാരെ യോഗം വിളിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എഞ്ചിനീയർമാർ മാഷോട് പറയുന്നത്, ഈ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് വെച്ച് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. ഒരു വെട്ടിയാടൻ മാണിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ മലയക്കോട്ട സർവേ ചെയ്യണമെങ്കിൽ പണ്ട് ഇടുക്കി പദ്ധതി കണ്ടുപിടിക്കാൻ കൊലുമ്പന് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ നല്ല പരിചയം വേണം. പറയുമ്പോൾ എളുപ്പമാണ്, അവിടെ ചെന്ന് കണ്ടാലത് അറിയുള്ളൂ. അതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും അതിൻ്റെ തറക്കല്ലിൻ്റെ ഇടാൻ കഴിഞ്ഞതിന് ശേഷം 18-19 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. ലൈവ് ന്യൂസ് പുതുക്കാട്. ഇന്ത്യൻ പാർലമെൻറ്റ് പഞ്ചായത്തി രാജ് നിയമം നടപ്പാക്കിയപ്പോൾ അന്ന് ഒരു പ്രധാനമായി കണ്ടത് പ്ലാനിങ് ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തണം എന്നൊരു നിർദ്ദേശം പൊതുവെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തുകളോടും ഒരു പദ്ധതി രൂപീകരിക്കാൻ പറഞ്ഞു. അതുവരെ പഞ്ചായത്തുകളെന്നല്ല പദ്ധതി മുകളിൽ നിന്ന് വരാറ് വരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ, അളഗപ്പനാർ പഞ്ചായത്തിൽ ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ചപ്പോൾ, ഇപ്പോൾ പുതുക്കാട് നിയോജകമണ്ഡലം, അന്ന് കൊടകര നിയോജകമണ്ഡല, എല്ലാ പഞ്ചായത്തുകളിലും പുഴയുടെ ആനുകൂല്യമുണ്ട്, ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട്. പുഴയുടെ ആനുകൂല്യം, ലിഫ്റ്റ് ഇറിഗേഷനും ഇല്ലാത്ത ഈ നിയോജകമണ്ഡലത്തിലെ ഒരേ ഒരു പഞ്ചായത്ത് അളഗപ്പനാർ പഞ്ചായത്താണ്. അതുകൊണ്ട് കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ ജലസേചനത്തിന് വേണ്ടി നമുക്കൊരു പദ്ധതി വേണം. പക്ഷെ നമുക്ക് പുഴയില്ല. ആ ആലോചനയിലാണ് നമ്മൾ വരന്തരപ്പള്ളി, കുറുമാലി പുഴയിൽ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞാൽ തോട്ടുമുഖമാണ് ഞങ്ങളന്ന് ഉദ്ദേശിച്ചത്. ഒരു പ്രോജക്റ്റ് തോട്ടുമുഖം ഒരു മോട്ടോർ പമ്പ് സെറ്റ് വെച്ച് അളഗപ്പനാർ പഞ്ചായത്തിലെ പീച്ചി ഇടതുകര കനാലിലേക്ക് അടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. അതനുസരിച്ചാണ് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പ്രോജക്റ്റ് ഉണ്ടാക്കാൻ അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനും അതിൻ്റെ ഒരു കോപ്പി കേന്ദ്ര ഗവൺമെൻറ്റിന് അയക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഉണ്ടാക്കേണ്ടി വന്നു. വളരെ ശ്രമകരമായൊരു പ്രവർത്തനമായിരുന്നു. ഒന്ന്, അളഗപ്പൻ പഞ്ചായത്തിലെ കുടിവെള്ളം വളരെ എളുപ്പമാണ്. കാർഷിക വിഭവങ്ങൾ ഏതൊക്കെ, ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ജലസേചനം ഉണ്ടാക്കി വന്നാൽ എങ്ങനെ എത്ര വർധനമുണ്ടാവും, അതിൽ നിന്ന് കൃഷിക്കാരനാകുന്ന നേട്ടം, സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചൊരു കണക്കൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയാണ് പദ്ധതി രൂപീകരിക്കുന്നത്. ആ രൂപത്തിൽ അളഗപ്പനാർ പഞ്ചായത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ആ പ്രോജക്റ്റ് തയ്യാറാക്കാൻ നീർത്തട അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതി, അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാരവരൊക്കെ ഞങ്ങൾ വിളിച്ചിരുന്നു. അന്ന് അളഗപ്പനാർ പഞ്ചായത്തിൻ്റെ നീർത്തടത്തിൽ പെടുന്നതാണ് തൃക്കൂർ പഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങളും പുതുക്കാട് പഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഉണ്ട്, നന്മണിക്കര പേരിനുണ്ട്. അങ്ങനെയാണ് ഈ പഞ്ചായത്തുകളിൽ വരുന്നത്. ആ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചു, കേന്ദ്ര ഗവൺമെൻറ് അയച്ചു. പക്ഷെ അത് അവിടെ എടുക്കേണ്ടായത്. അതുമേ മേൽ നടപടികളൊന്നും പിന്നെ ഉണ്ടായില്ല. ജനകീയാസൂത്രണ പദ്ധതി വന്നപ്പോഴാണ് പിന്നെ അതൊന്ന് കുത്തിപ്പോക്കാനൊരു ശ്രമം നടത്തിയത്. 96 മുതലാണല്ലോ തുടങ്ങിയത്. പക്ഷേ അതൊന്നും അത്ര വേഗത്തിലായില്ല. പിന്നെ 2000-ന് ശേഷം അധികാരത്തിൽ വന്ന അന്ന് KP വിശ്വനാഥനായിരുന്നു ഇവിടെ MLA. അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായി.
ഈ ഘട്ടത്തിൽ അളവപ്പ പഞ്ചായത്തിലെ മുഴുവൻ കൃഷിക്കാരും ജനപ്രതിനിധികളും ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു സമ്മർദ്ദം KP മിശ്രാദിൻ്റെ മേലെ കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹം അത് ഏറ്റെടുക്കുകയും വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? മേജർ ഇറിഗേഷൻ്റെ കീഴിലാണ് പുഴ കിടക്കുന്നത്. അതുപോലെ തന്നെ കോൾനിലങ്ങൾക്ക് ആവശ്യമായ വെള്ളത്തിനാണ് അണക്കെട്ട്. അതിൽ നിന്ന് ഇത്ര വലിയൊരു പദ്ധതി തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം കിട്ടാൻ വലിയ പ്രയാസമാണ്. നല്ല കടുത്ത സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ മേജർ ഇറിഗേഷൻകാർ അംഗീകാരം തരില്ല. വിശ്വാസന ഏറ്റു, പദ്ധതി അംഗീകാരം കിട്ടി. ആവശ്യമായ അംഗീകാരം കിട്ടി. ഇതൊക്കെ വളരെ താമസങ്ങൾ വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് വിശ്വാസനടക്ക് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ കുറച്ച് മുമ്പാണ് അതിന് തറക്കല്ലിടൽ കർമ്മം നടക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് വരന്തരപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷൻ മൈതാനം, ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന മൈതാനമാണ്, ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആ മൈതാനത്താണ് വെച്ച് ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ആഡംബരങ്ങളെ കൊണ്ടല്ല, മറിച്ച് പങ്കാളിത്തം കൊണ്ട്. അളഗപ്പണർ പഞ്ചായത്തിലെ ഒട്ടുമിക്ക കൃഷിക്കാരും ആ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനം. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ LDF ആണ് അധികാരത്തിൽ വരുന്നത്. നമ്മുടെ MLA രവീന്ദ്രൻ മാഷ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആവശ്യമായ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു, എഞ്ചിനീയർമാരെ യോഗം വിളിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എഞ്ചിനീയർമാർ മാഷോട് പറയുന്നത്, ഈ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് വെച്ച് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം എസ്റ്റിമേറ്റിൽ ഒട്ടേറെ അപാകതകൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തല്ലിക്കൂട്ടിയുണ്ടാക്കിയ, വളരെ വേഗത്തിലുണ്ടാക്കിയൊരു എസ്റ്റിമേറ്റാണ്. അതുകൊണ്ട് മാഷെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ മാത്രം പോരാ, ആവശ്യമായ മാറ്റങ്ങളോടുകൂടി പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാകുന്നത്. ആ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ഈ തുടക്കത്തിൽ പദ്ധതി ഉണ്ടാക്കുമ്പോഴും ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഈ സമയത്തും വൈസ് പ്രസിഡൻ്റാണ് 2005. അപ്പോൾ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇറിഗേഷൻ ഓഫീസിൽ അന്നത്തെ KGOയുടെ ഗസറ്റ് ഓഫീസേഴ്സിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് രുദ്രകുമാർ ഉണ്ടായിരുന്നു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ഞാൻ രുദ്രകുമാറിനോട് പറയാം, വളരെ പെട്ടെന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരാൻ പറയാം പറഞ്ഞു. വലിയ സ്വീകരണമായിരുന്നു. രാജേട്ടൻ പറഞ്ഞുകൊണ്ടോ മാഷ് പറഞ്ഞിട്ടെന്ന് അറിയില്ല, നമ്മളവിടെ ചെന്ന് ഇരിക്കേണ്ടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തന്നു. ആ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തന്ന് ലേല നടപടികളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ആരും ലേലം ചെയ്യില്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ മുമ്പ് ലേലം ഒരിക്കൽ ടെൻഡർ ചെയ്തു, രണ്ടാമത് ടെൻഡർ ചെയ്തു, ലേലം എടുക്കാൻ ആളില്ല. അങ്ങനെ എന്തുകൊണ്ട് ലേലം എടുക്കാൻ ആളില്ല എന്ന് വന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലത്തും ഒക്കെ ഭൂവുടമകളുടെ സമ്മതപത്രം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കോൺട്രാക്ടർമാർക്ക് ധൈര്യം വരില്ല. ആരെങ്കിലും ഒരാൾ കേസിന് പോയി കഴിഞ്ഞാൽ കാശ് കിട്ടില്ലല്ലോ. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോൾ മാഷ് തന്നെ ഇടപെട്ട് കൃഷിക്കാരെ യോഗം, ബന്ധപ്പെട്ട പഞ്ചായത്തുകാരെ യോഗമൊക്കെ വിളിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ സമ്മതപത്രം വാങ്ങിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അതിനു മുമ്പ് തന്നെ ആദ്യം KP ഉള്ള കാലത്ത് ഈ പമ്പ് ഹൗസ് ഇൻസ്റ്റലേഷൻ, അതിനാവശ്യമായ ഭൂമി വാങ്ങിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. അത് സർക്കാരിൽ നിന്ന് കാശൊന്നുമില്ല. അപ്പോൾ അത് സംഭാവന പിരിച്ചാണ് ആ ഭൂമി വാങ്ങിച്ചത്. ഇപ്പോൾ മോട്ടോർ പമ്പ് സെറ്റ് വർക്ക് ചെയ്യുന്ന ആ ഭൂമി സംഭാവന പിരിച്ചാണ്. അതിലൊക്കെ വലിയ സഹകരണമായിരുന്നു. രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയ ഭേദമന്യേ തന്നെ എല്ലാ ആൾക്കാരും, അളവപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് CK കുമാരൻ, അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കൂളദേവസ് മാഷ്, അതുപോലെ തന്നെ തോമസ് മഞ്ഞളി, ഞങ്ങളെല്ലാവരും കൂടിയാണ് കാശ് പിരിച്ചത്. അതിൻ്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കൂളമാഷ. അങ്ങനെയാണ് കാശ് പിരിച്ച ആ ഭൂമി വാങ്ങിച്ചത്.
അതിൻ്റെ ഭാഗമായി ആകെ പിന്നെ നടന്നു എന്ന് പറയുന്നത് മോട്ടോർ പമ്പ് സെറ്റിൻ്റെ വർക്ക് നടന്നു, അല്ല കെട്ടിടത്തിൻ്റെ വർക്ക് നടന്നു, അതുപോലെ തന്നെ കനാലിൻ്റെ വർക്ക് നടന്നു. കനാലിൻ്റെ വർക്ക് നടക്കാനൊക്കെ ഒട്ടേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. മലയക്കോടയാണല്ലോ അതിൻ്റെ സർവേ മറ്റു കാര്യങ്ങൾ. ഞാൻ നേരത്തെ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ഒരു വെട്ടിയാടൻ മാണിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ മലയക്കോട് സർവേ ചെയ്യണമെങ്കിൽ പണ്ട് ഇടുക്കി പദ്ധതി കണ്ടുപിടിക്കാൻ കൊലുമ്പന് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ നല്ല പരിചയം വേണം. പറയുമ്പോൾ എളുപ്പമാണ്, അവിടെ ചെന്ന് കണ്ടാലേ അത് അറിയുള്ളൂ. കാരണം ഒരു പ്രത്യേക അല്ലെങ്കിൽ ഇത് എളുപ്പമല്ല. ആ രൂപത്തിൽ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ആണ് പിന്നെ കനാലിൻ്റെ പണി, കോൺക്രീറ്റ് കനാലിൻ്റെ പണി പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ്റെ വർക്ക് ഏതാണ്ട് കുറേ ചെയ്തു. അപ്പോഴാണ് വീണ്ടും തടസ്സം വരുന്നത്. 2 or 3 ഭൂവുടമകൾ ആരാണ് എവിടെയാണെന്നൊരു പിടിയില്ല. അതവിടെ ഇങ്ങനെ കിടന്നു. ഇതിനിടയ്ക്ക് 2ാം ഘട്ടം ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി വെണ്ടൂർ മഞ്ഞളി ഹാളിൽ വെച്ചിട്ടാണ് നേരത്തെ നിർത്തിപ്പോയ പദ്ധതിയുടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ഒരു ഉദ്ഘാടന യോഗമൊക്കെ നടക്കേണ്ടതുണ്ട്. പിന്നെ അതവിടെ കിടന്നു. ഇപ്പോൾ രാമേന്ദ്രൻ MLA വന്നതിന് ശേഷമാണ് അങ്ങനെ മുടങ്ങിക്കിടക്കുന്നൊരു പദ്ധതി എന്തുകൊണ്ട് എന്നുള്ള കാര്യം അന്വേഷിക്കുകയും ബന്ധപ്പെട്ട് ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തായാലും ഈ ഭൂവുടമകളുടെ സമ്മതപത്രം വാങ്ങിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയില്ലോ, അത് നമ്മൾ തന്നെ ചെയ്യണം. ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ അതിന് മുൻകൈയിലെടുക്കണം. MLAയുടെ സഹായത്തോടുകൂടി ആ ഭൂ ഉടമകളെ കണ്ടുപിടിക്കുകയും, ഭൂവുടമകൾക്കറിയില്ല അവരുടെ ഭൂമി അവിടെ കിടക്കുന്നത്. കാരണം അത് ഈ റിയൽ എസ്റ്റേറ്റ് മറ്റു കാര്യങ്ങൾ നടക്കുന്ന കാലത്ത് ഈ ഇടനിലക്കാരൊക്കെ വാങ്ങിച്ചിട്ട ഭൂമികളാണ്. അവർക്ക് തന്നെ അറിയില്ല അവരുടെ ഭൂമി എവിടെയാണെന്ന്. അതാണ് അതിന് പ്രത്യേകത, അതാണ് താമസമൊക്കെ വരാൻ കാരണം. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉദ്ഘാടനം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ പദ്ധതി ആദ്യം വിഭാവനം ചെയ്ത് ഇവിടെയല്ല കേട്ടോ, തോട്ടുമുഖത്ത് അളകപ്പന്നൂർ പഞ്ചായത്തിന് വേണ്ടി മാത്രം തോട്ടുമുഖത്ത് ആണ് ഇതിൻ്റെ മോട്ടോർ പമ്പിങ് സ്റ്റേഷൻ ഇൻസ്റ്റലേഷൻ നമ്മൾ ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് അളകപ്പ പഞ്ചായത്തിലേക്ക് നേരിട്ട് പമ്പ് ചെയ്യുക. നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു പെട്രോൾ പമ്പൊക്കെ കാണും. അതിവിടെയാണ്, വളരെ എളുപ്പമാണ്, 1 കിലോമീറ്റർ ഉള്ളൂ. പിന്നീടാണത് ഒരു മാറ്റം വന്ന് അങ്ങനെ അളകപ്പനഗർ പഞ്ചായത്തിന് മാത്രമായി ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ പദ്ധതി നിൽക്കുന്നത് വരന്തരപ്പള്ളി പഞ്ചായത്തിലാണ്. അത് വല്ല പ്രയാസങ്ങളുണ്ടാവും എന്ന് കരുതിക്കൊണ്ടും വരന്തരപ്പള്ളി പഞ്ചായത്തിനും കൂടി അതിൻ്റെ ഗുണഫലം ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ പദ്ധതിക്ക് ഒരു മാറ്റം വരുത്തി അത് പോലീസ് സ്റ്റേഷൻ മൈതാനത്തിനടുത്തുള്ള സ്ഥലത്തേക്ക് മാറ്റിയത്. അങ്ങനെ വന്നപ്പോൾ വരന്തരപ്പള്ളി പഞ്ചായത്തിനും അളകപ്പ പഞ്ചായത്തിൻ്റെ അത്രയില്ലെങ്കിൽ പോലും വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഇവിടെ വടാന്തോള് പാടം, അതുപോലെ തന്നെ പേലാമ്പ്രക്കുന്ന്. അപ്പോൾ ഇതിൻ്റെ 2ാം ഘട്ടം ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു മോട്ടോർ പമ്പ് 2 പമ്പ് സെറ്റ് നേരെ പേലാമ്പ്രക്കുന്നത്തിലേക്ക് പമ്പ് ചെയ്യാനുള്ളൊരു സൗകര്യം അതിനകത്തുണ്ട്. പേലാമ്പ്രക്കുന്ന് എന്ന് പറയുന്നത് വേലിപ്പാടം സ്കൂളിൻ്റെ ഇടത്തെ ഭാഗത്ത് കൂടി പോയി കഴിഞ്ഞൊരു കുന്നാണ്. അപ്പോൾ ഏറ്റവും ഉയർന്ന പ്രദേശത്തേക്ക് വെള്ളം എത്തും. അങ്ങനെ 2ാം ഘട്ടം അങ്ങനെയാണ് അത് പറഞ്ഞത്. അപ്പോൾ വരന്തരപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി കൂടുതൽ ഏരിയ ഉണ്ട്. തൃക്കൂർ പഞ്ചായത്തിൽ ഇത് ആമ്പല്ലൂർ പീച്ചി ഇറിഗേഷൻ്റെ ആമ്പല്ലൂർ ബ്രാഞ്ച് കനാലിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ വട്ടക്കൊട്ടായിലാണ്. സത്യത്തിൽ അത് വെള്ളം ചാടുന്ന സ്ഥലം തൃക്കൂർ പഞ്ചായത്തിലാണ്. അപ്പോൾ അവർക്ക് 1-2 വാർഡിലേക്ക് അവിടെ വെള്ളം കിട്ടും. അതാണ് ഈ പദ്ധതി എന്ന് പറയുമ്പോൾ അളകപ്പനൂർ പഞ്ചായത്തിന് മുഖ്യമായും മറ്റ് അളകപ്പ പഞ്ചായത്തിൽ ആകെ ഒരു വാർഡിലേക്ക് വെള്ളത്താണ്ടിരിക്കുള്ളൂ, ബാക്കി എല്ലാ വാർഡിലും വെള്ളമെത്തും. അതാണ് ഞങ്ങളന്ന് ഈ ആകെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്. നിർത്തടം നോക്കിയിട്ടാണല്ലോ നമ്മൾ വെള്ളം എവിടെയൊക്കെ എത്തുന്നു കണ്ടുപിടിക്കുന്നത്. നിർത്തടത്തിൻ്റെ എഞ്ചിനീയർമാരെ വിളിച്ചിരുന്നു. അപ്പോൾ എവിടെയൊക്കെ വെള്ളം എത്തുന്നു നോക്കിയപ്പോൾ ഞങ്ങളുടെ പുളിഞ്ചോട് പ്രദേശം, കാളക്കല് പ്രദേശത്ത് ഒഴിച്ച എല്ലാ ഭാഗത്തും ഇതിൻ്റെ വെള്ളം എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അളകപ്പ പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുപോലെ തന്നെ വലിയ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പഞ്ചായത്താണ് അളകപ്പന്നൂർ പഞ്ചായത്ത്. അതിനൊരു പരിഹാരം ഉണ്ടാവും. അതാണല്ലോ നമ്മുടെ
ഒരു പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ നിറവേറുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മഹത്തായ നേട്ടം. ഞങ്ങൾക്കത് പ്രാബല്യത്തിലാക്കാൻ 30 കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വന്നു. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.